ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി തക്കാളി ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ചട്നിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ നോക്കാം. തക്കാളിയാണ് കേട്ടോ മെയിൻ. 4 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 സവാള, ഒരു വലിയ സവാളയും പിന്നെ ഒരു അര മുറി സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉഴുന്ന് പരിപ്പ് വേണം. പിന്നെ കുറച്ചധികം വെളുത്തുള്ളി വേണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. എണ്ണയിൽ കടന്ന് ഉഴുന്ന് പരിപ്പ് നല്ലവണ്ണം വറവായതിന് ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി പിന്നെ സവാള അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉള്ളി ഇപ്പോൾ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഇത്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ തക്കാളി കഷ്ണങ്ങൾ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലെടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ചട്നിക്ക് ആവശ്യമായിട്ടുള്ള വറവ് ഉണ്ടാക്കാം കേട്ടോ. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ചട്നിയിൽ ഉഴുന്ന് പരിപ്പ് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയുടെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു തക്കാളി ചട്നിയാണ്. ചപ്പാത്തിയുടെ കൂടെയും പിന്നെ ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. കറി നമുക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം. അപ്പം ഞാൻ ഇത്ര ഒരു പാകത്തിലാട്ടോ ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ലൂസാക്കിയിട്ടും ഉണ്ടാക്കാം, പിന്നെ അതുപോലെ നല്ല കട്ടിയിലും ഉണ്ടാക്കാം. എനിക്ക് കട്ടിയിലാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു തക്കാളി ചട്നിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ